നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഹോണ്ട എലിവേറ്റിനെ കുറിച്ചൊരു വീഡിയോ നോക്കാം അല്ലേ. ഹോണ്ട എലിവേറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് SV വേരിയൻ്റ് ആണ്. അതല്ല, അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന V വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇന്നത്തെ നമ്മളിന്നുള്ളത് തൊടുപുഴ മങ്ങാട്ടുകോല ബൈപ്പാസിലുള്ള പെനിൻസുലാർ ഹോണ്ടയുടെ ഷോറൂമിലാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ തൊടുപുഴ മങ്ങാട്ടുകോല ബൈപ്പാസ് ഏതാണ്ട് വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഷോറൂം ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഹോണ്ട എലിവേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഈ V വേരിയൻറ്റിൻ്റെ ഗോൾഡൻ മെറ്റാലിക് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ് കേട്ടോ ഈ കാണുന്നത്. കളറുകൾ ഏതാണ്ട് 7ഓളം കളറുകളുണ്ട്. ഡ്യുവൽ ടോണുകളായിട്ടും മോണോ ടോണുകളായിട്ടുള്ള കുറേ കളറുകളും കളർ ഞാൻ പറയാം, പ്രൈസിൻ്റെ കാര്യങ്ങൾ പറയാം. ഈ വേരിയൻറ്റിൽ വരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ബാക്കി ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം കേട്ടോ. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാ വേരിയൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന കേട്ടോ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സുകളും അതുപോലെ DRLുകളും അതുപോലെ LED ടെയിൽ ലാമ്പുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ V വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫോഗ് ലാംപ്സ് വരുന്നില്ല. അത് ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആ ബോക്സി ഷേപ്പിലുള്ള വലിയ ബോണറ്റും അതിൽ വന്നിരിക്കുന്ന ഫ്രണ്ടിലുള്ള ബ്ലാക്ക് കളേർഡായിട്ടുള്ള വലിയ ഗ്രില്ലുകളുമാണ് കേട്ടോ. ഹോണ്ടയുടെ ഒരു സാധാരണ നമ്മൾ കണ്ടിരുന്നതിനെ കഴിഞ്ഞും വ്യത്യസ്തമായിട്ട് ഒരു ഫ്രണ്ട് ഫേസോടുകൂടി വന്ന ഒരു വാഹനമാണ് എലിവേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇന്ത്യയിലുള്ള വാഹനങ്ങളെ കഴിഞ്ഞും വ്യത്യസ്തമായിട്ട് ഒരു ബോക്സി ഷേപ്പിലേക്ക് വന്നതിന് ശേഷം അവർ ഏറ്റവും വലിയ ഗ്രില്ല് വെച്ചിരിക്കുന്ന വാഹനവും ഈ എലിവേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഹെഡ് ലാമ്പുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ക്രോമിൻ്റെ ഒരു ഗാർണിഷ് പോകുന്നുണ്ട്. നമ്മുടെ ഹെഡ് ലാമ്പുകളിലെ ആ ഒരു DRL കണക്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും അതൊരു ക്രോമിൻ്റെ ഫിനിഷിംഗ് എലമെൻ്റ് ആട്ടോ വന്നത്. അത് കോമൺ ആയിട്ട് എല്ലാ വാഹനത്തിലും വരുന്ന എല്ലാ വേരിയൻറ്റുകളും വരുന്നതാണ്. അതുപോലെ തന്നെ നടുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഹോണ്ടയുടെ ലോഗോ കാണാൻ പറ്റും. വലിയ ഗ്രില്ലുകളിലാണ് അത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആയിട്ടുള്ള ഗ്ലോസി ബാക്ക് ആയിട്ടുള്ള വലിയ ഗ്രില്ലിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിരിക്കുന്ന, നമ്മൾ പുറത്തുനിന്നൊക്കെ സാധാരണ ചെയ്യാറുള്ള പോലെ സ്മോക്ക് ചെയ്യുന്ന പോലെ രീതിയിലുള്ളൊരു ബ്ലാക്ക്ഡ് ഫിനിഷിലാണ്, ക്ലിയർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് അല്ല വരുന്നത്. ആ ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ബ്ലാക്ക് വാഹനമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര എടുപ്പായിരിക്കും കാണാനായിട്ട്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ നമുക്ക് സ്ലോട്ട് മാത്രം അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു പീസ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്, ബോഡി കളറല്ല വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ സ്കെറ്റിംഗ് പ്ലേറ്റ് കാണാം. അതിൻ്റെ ഒരു അലുമിനിയം ഷെയ്ഡിലുള്ള കളർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് വേരിയൻ്റ് ആട്ടോ. VX വേരിയൻറ്റിലാണെങ്കിൽ ഫോഗ് ലാമ്പുകൾ LED ഫോഗ് ലാമ്പുകൾ വരുന്നുണ്ട്. അതിനും അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് റെയർ വ്യൂ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് സൈഡ് മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി കളറാണ് വരുന്നത്. പക്ഷേ അടിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഒരു പോർഷൻ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറർ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കോമൺ ആയിട്ടാണ് എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട്. അതൊരു കോമൺ ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ടയർ സെക്ഷൻ നോക്കാം കേട്ടോ. ഈ V വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഗുഡിയറിൻ്റെ ടയറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 215, 60, 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മുകളാണ് കേട്ടോ വരുന്നത്. അതിൽ കൂട്ടത്തിൽ അതിൻ്റെ വീൽ കപ്പോളോടി വരുന്നുണ്ട്. അതുപോലെ തന്നെ VXലേക്ക് വരുമ്പോഴത്തേക്ക് അലോയ് ആണ് വരുന്നത്. അതായത് 17 ഇഞ്ചിൻ്റെ അലോയ് ആട്ടോ VX മുതൽ മുകളിലേക്ക് വരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറുകളാണ്. ഇതിൽ ഗുഡിയറിൻ്റെ ടയറുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് SV എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മുകളാണെങ്കിൽ പക്ഷേ അതിൽ വീൽ ക്യാപ്പ് വരുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. SVയിൽ വരും. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സൊക്കെ SVയിൽ കുറവാണ് കേട്ടോ. സാധാരണ ഒരാൾക്കാർ എടുക്കുന്ന ഒരു മീഡിയം ലെവലിൽ എടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന V വേരിയൻ്റ് ആയിരിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നമുക്ക് ഈ മിററിൻ്റെ അടിയിൽ നമുക്ക് ലൈൻ ക്യാമറ അവൈലബിൾ ആണ് കേട്ടോ VX എന്ന് പറയുന്ന വേരിയൻറ്റിൽ. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ക്രോമിൻ്റെ ആ ഒരു കണക്റ്റിംഗ് ആ ഒരു ഗാർണിഷ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ LED ഹെഡ് ലാമ്പിൻ്റെ മുകളിൽ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു പീസായിട്ട് നമുക്ക് പകൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു കണക്റ്റഡ് ഹെഡ് ലാമ്പ് പോലെ ഫീൽ ചെയ്യുമെങ്കിലും അതൊരു ക്രോമിൻ്റെ ഒരു ഫിനിഷ് വരുന്ന ഒരു പീസ് മാത്രമാണ്, ഒരു ഗാർണിഷ് മാത്രമാണ് വരുന്നത്. അത് കോമൺ ആയിട്ട് എല്ലാ വാഹനത്തിലും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ ഗ്രില്ല് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോണറ്റിൻ്റെ അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും കേട്ടോ. റോഡ് നമുക്ക് അത്രയ്ക്ക് വിസിബിലിറ്റി ഉള്ള സീറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ വാഹനത്തിൽ. അതുപോലെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാഡിങ്ങുകൾ കാണാൻ പറ്റും. ക്ലാഡിങ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മാറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത്. ഡോർ ക്ലാഡിംഗ് ആണെങ്കിൽ വീൽ ആർച്ചിന് വരുന്ന ക്ലാഡിംഗ് ആണ് എല്ലാം തന്നെ വരുന്നത്. ആ ഒരു SUV ആ ഒരു ടൈപ്പ് വെഹിക്കിളിന് ഉള്ള ഡിസൈൻ ആയതുകൊണ്ടായിരിക്കണം അത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റ് പല വാഹനങ്ങളിൽ കണ്ട അതേ ഡിസൈനിൽ ആ ഒരു മാറ്റ് കളർ ബ്ലാക്കിൽ അത് വീൽ ആർച്ച് തൊട്ട് ബമ്പർ വരെ മൊത്തം കറങ്ങിയ ഒരു ബോഡിയായ ഡോറിൻ്റെ സൈഡിലെ ക്ലാഡിംഗ് അടക്കം ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ചാൽ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും പ്രൊജക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. കണക്റ്റഡ് ലാംപ്സ് ആണ് വരുന്നത്.
നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തേക്ക് ഒഴുകിയിറങ്ങുന്ന ആ ഒരു ഡിസൈൻ, അത് നമ്മുടെ മഹീന്ദ്രയുടെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒക്കെ ഡിസൈൻ പോലെ, അല്ലെങ്കിൽ കിയയിൽ വന്നിട്ടുണ്ട് അത്ര ഒരു ഡിസൈൻ. ഇത് എന്തായാലും റെയർ സൈഡിൽ ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് താഴത്തേക്ക് ഒരു ഒഴുകിയിറങ്ങുന്ന ഒരു ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എലിവേറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ വേരിയൻറ്റ് ബാഡ്ജിങ്ങുകളൊന്നും ഹോണ്ടയുടെ ഒരു വാഹനങ്ങൾക്കൊന്നും കണ്ടില്ല കേട്ടോ. എലിവേറ്റ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് മാത്രമാണ് കണ്ടത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വിടെക് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാണാറുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ പറ്റും. അതുപോലെ റയർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വി വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഡീഫോഗർ വരുന്നുണ്ട്, പക്ഷേ റയർ വൈപ്പറോ അല്ലെങ്കിൽ റയർ വാഷറോ വരുന്നില്ല കേട്ടോ. VX അതുപോലെ നെക്സ്റ്റ് വേരിയൻ്റായ VXലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ റയർ വൈപ്പറും റയർ വാഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും വി വേരിയൻറ്റിലേക്ക് ഇത് അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു വിടെക് എന്നുള്ളൊരു ബാഡ്ജിങ് ആണുള്ളൂ. വേരിയൻറ്റ് V ആണോ, VX ആണോ, SV ആണോ, ZX ആണോ, അത്തരമുള്ള യാതൊരു ബാഡ്ജിങ്ങുകളും ഹോണ്ടയുടെ ഒരു വാഹനങ്ങളിലും കാണാറില്ല. സാധാരണ വാഹനത്തിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ എഞ്ചിൻ്റെ വിടെക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും ഒക്കെയാണ് സാധാരണ സിറ്റിയിലാണെങ്കിലും എലിവേറ്റിലാണെങ്കിലും എല്ലാത്തിനും തന്നെ അവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ VX വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വൈപ്പർ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് VX വേരിയൻറ്റിലേക്ക് നെക്സ്റ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കേട്ടോ. ഇവർ നമുക്ക് കാണാൻ പറ്റും, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, വാഷറുണ്ട്, അതുപോലെ തന്നെ വൈപ്പറും കാണാൻ പറ്റുന്നുണ്ട്. മനോഹരമായ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പുകളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. ആ ഒരു ഡിസൈൻ ചെറിയൊരു ഡ്രോപ്പ് താഴത്തേക്കുള്ളതാണെങ്കിലും കാണാൻ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ. ഉള്ളതാണ്. ഫ്രണ്ട് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ക്യാബിൻ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഏരിയ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവർ കോക്പിറ്റ് എന്നൊക്കെ പറയാം. എന്തായാലും ഡ്രൈവറുടെ ഏരിയ ഇതാണ്. ടച്ച് സ്ക്രീൻ കാണാൻ പറ്റും, AC കൺട്രോളുകൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ, അതുപോലെ തന്നെ അത്തരം ഡീറ്റെയിലൊക്കെയാണ്. ഇതാണ് കേട്ടോ മനോഹരമായി ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് ബീജിലുള്ള ഒരു ഡിസൈനുള്ള ഫാബ്രിക് അല്ലെങ്കിൽ അപ്പോൾസറി വരുന്ന ഡിസൈൻ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഡോറിലാണെങ്കിലും ഡോർ പാർട്ടിൽ വരുന്നത് ഈ ബ്ലാക്ക് ആൻഡ് ബീജിൻ്റെ കാര്യങ്ങളും സെയിം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു ഹോൾഡറുണ്ട്, നമുക്ക് പിടിക്കാനിരിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ 3 വരുന്നില്ല കേട്ടോ, 2 മാത്രമാണ് ഹെഡ് റെസ്റ്റുകൾ വരുന്നത്. അതുപോലെ തന്നെ ആം റെസ്റ്റുകളും വരുന്നില്ല. ബാക്കിലേക്ക് ആം റെസ്റ്റോ കപ്പ് ഹോൾഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവർ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഡോറിൽ അല്ലെങ്കിൽ തുറന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ തന്നെ സെയിം സംഭവങ്ങളൊക്കെ തന്നെ ആ വരുന്ന ഒരു ലൈൻ ഗാർണിഷിംഗ് ലൈൻ ഡോർ ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോളിൽ കൈപ്പിടിയുടെ ആ ഒരു മെറ്റാലിക് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു, അതുപോലെ പവർ വിൻഡോ സ്വിച്ചേഴ്സ് 4 സ്വിച്ചേഴ്സ് ഇവിടെ വരുന്നു. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ ലോക്ക് കാര്യങ്ങൾ, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകൾ, കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോ എല്ലാ ഇതിൽ വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ ഡ്രൈവർ സീറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഡ്രൈവർ സൈഡിലെ ഡോറിൽ വരുന്ന കാര്യങ്ങൾ കൺട്രോൾസൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു നമുക്ക് സ്പീക്കർ കാണാൻ പറ്റും. അതുപോലെ സ്റ്റോറേജ് സ്പേസ്, ബോട്ടിൽ ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ബാക്ക് ഡോറിനെ കഴിഞ്ഞ് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഫ്രണ്ട് ഡോറിൽ വരുന്നത്. നമുക്കൊന്ന് കയറി ഇരുന്നിട്ട് നോക്കാം ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്താണ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിൽ തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ലോക്ക് നോക്കുവാണെങ്കിൽ എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് കോമൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ. സേഫ്റ്റി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 6 എയർ ബാഗ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ABS, EBD അങ്ങനെയുള്ള കോമൺ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മ്യൂസിക്കിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് മാനുവൽ വാഹനമല്ല, ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വരുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് കോമൺ ആട്ടോ. അതുപോലെ തന്നെ റെയർ വ്യൂ ക്യാമറയുണ്ട്, റെയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റിയിലേക്ക് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുവാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ സിസ്റ്റമാണ് കേട്ടോ ഈ വേരിയൻറ്റിൽ വരുന്നത്. അതായത് ടച്ച് സ്ക്രീൻ വരുന്നത് 8 ഇഞ്ചിൻ്റെ ആണ്. അതുപോലെ അതിൻ്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ ഗ്രില്ലുകൾ നമ്മുടെ ഫ്രണ്ടിൽ വാഹനത്തിൻ്റെ ഗ്രില്ലുകളുടെ അതേ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ കൊടുത്തുകൊണ്ട് അതിനുള്ളിൽ AC വെൻറ്റും അതുപോലെ അതിൻ്റെ നമ്മുടെ മ്യൂസിക്കിൻ്റെ കൺട്രോളും AC യുടെ കൺട്രോളുകളും ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ആ സൈഡിലുള്ള AC വെൻ്റ് അവിടെ വരുന്നു. അതുപോലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും സ്വിച്ചുകളൊക്കെ അവിടെ പിന്നെ 1-2 ഡമ്മി സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ പെട്രോൾ ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡും അതുപോലെ ബോണറ്റിൻ്റെ ലിഡും നമുക്ക് അവിടെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് ആ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഏരിയയിൽ കേട്ടോ. സീറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡ്യുവൽ ടോണിലുള്ള സീറ്റ്
മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന സീറ്റ് കാണാൻ പറ്റും. ചെറിയ ഗ്രിപ്പുള്ള രീതിയിലുള്ള സീറ്റാണ്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഷോറൂമിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണല്ലോ. അപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇവിടുന്ന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ലാത്ത മോഡലുകൾക്ക് വെന്റിലേറ്റഡ് സീറ്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 10 രൂപയ്ക്ക് താഴെ, 10,000 രൂപയ്ക്ക് താഴെ, 8,000 ആ ഒരു റേഞ്ചാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. കൃത്യമായിട്ട് ഞാൻ എന്തായാലും നമ്പർ ഇവിടെ കൊടുക്കാം സ്ക്രോളിങ്ങിൽ. അപ്പോൾ ഇവരുടെ നിങ്ങൾക്ക് ബുക്കിങ്ങിൻ്റെ എൻക്വയറിക്കും കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ നമ്പർ വിളിക്കുന്ന കാര്യത്തിൽ കൂട്ടത്തിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ തൊടുപുഴ ഷോറൂമിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. റെയർ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെയർ പോർഷൻ നേരത്തെ കണ്ടതാണ്. അവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് LED ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഡീഫോഗർ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇത് കസ്റ്റമറിന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരിക്കുന്ന വാഹനം കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ആ ടച്ച് സ്ക്രീനിലെ ആ സ്റ്റിക്കർ അല്ലെങ്കിൽ ആ ഒരു കവറ് റിമൂവ് ചെയ്യാത്തത്. നമ്മളത് വേണ്ടി കൂടുതലായിട്ടൊന്നും നോക്കാത്തത്, റിമൂവ് ചെയ്ത് ടച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാത്തവർക്ക് അതുകൊണ്ടാണ് കേട്ടോ. അവരെന്തായാലും ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കിയിട്ട് നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ അവർ ഡെലിവറിക്ക് റെഡിയായി കിടക്കുന്ന 3 വാഹനങ്ങൾ, ഒരെണ്ണം ഡിസ്പ്ലേയും മറ്റൊരു ഹോണ്ട സിറ്റിയുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഷോറൂമിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എന്തായാലും ഈ വി വേരിയൻ്റ് എടുക്കാം. V1 അടുത്ത് കിടക്കുന്ന ഡെലിവറി കിടക്കുന്ന VX, അപ്പുറം കിടന്ന ഒരെണ്ണം മറ്റൊന്ന് VX തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസിലേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയിരുന്നില്ല. ടച്ച് സ്ക്രീന് ആ ഒരു ഫിലിം റിമൂവ് ചെയ്ത് നോക്കാനൊന്നും പോയിരുന്നില്ല. അപ്പോൾ ഡെലിവറി റെഡി ആയിരുന്നുണ്ട് കേട്ടോ. കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതുപോലെ അലക്സ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് കണക്ടിവിറ്റികൾ, വോയിസ് കമാൻഡ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ അകത്ത് വരുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വീലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, 215, 60, 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമുകളാണ് വരുന്നത്. വിത്ത് അതുപോലെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1498 cc, അതായത് 1500 cc ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. 89 PS പവറും 145 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. CVT മോഡലിലേക്ക് വരുന്നത് 16.92 ആണ് അവർ കിലോമീറ്റർ മൈലേജ് പറയുന്നത്, കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ 15.31 മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിലും അല്ലെങ്കിൽ മാനുവൽ മോഡലിലും മൈലേജ് കമ്പനി പറയുന്നത് കേട്ടോ. ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6+1 ഗിയർ ബോക്സ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ബൂട്ട് സ്പേസ് വരുന്നത് 458 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ. നമുക്കിനി പ്രൈസിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇരുപത്തിൻ്റെ ബേസ് മോഡൽ അല്ലെങ്കിൽ ഈ V വേരിയൻറ്റിന് വരുന്ന പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് പ്രൈസിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. V വേരിയൻ്റ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,30,900 രൂപയാണ് കേട്ടോ. നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് ഉള്ളത്, നമുക്ക് ഓൺ റോഡ് പ്രൈസ് അല്ലേ അറിയേണ്ടത്. അപ്പോൾ V വേരിയൻറ്റിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,88,238 രൂപയാണ് കേട്ടോ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ Vയുടെ CVT വരുമ്പോഴത്തേക്കും 16,18,593 രൂപയാണ് കേട്ടോ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ഈ പേൾ വൈറ്റ് എന്ന് പറയുന്ന ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേക കളറാണ്. അതിന് എല്ലാ തവണ ഒരു 10,000 രൂപ എല്ലാ വേരിയൻറ്റുകളിലും എല്ലാ മോഡലുകളിലും പേൾ വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ അതിന് 10,000 രൂപയോളം എന്തായാലും കൂടുതൽ വരാറുണ്ട്. അപ്പോൾ V വേരിയൻറ്റിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പേൾ വൈറ്റിന് വരുന്നത് 14,97,718 രൂപയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ CVT V വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 16,28,073 രൂപ ഈ പറയുന്ന പേൾ വൈറ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ കളർ ഷെയ്ഡിന് വരും കേട്ടോ. നെക്സ്റ്റ് മോഡലായിട്ടുള്ള നെക്സ്റ്റ് വേരിയൻ്റായ VXൻ്റെ പ്രൈസ് നോക്കാം. ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്കും VXൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 16,52,959 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ VXൻ്റെ CVT മോഡൽ വരുമ്പോഴത്തേക്കും 16,62,439 രൂപയാണ് കേട്ടോ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ആക്സസറീസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, കുറേ ഗാർണിഷ് ഡീറ്റെയിൽസ്, ഇൻറ്റീരിയർ ആക്സസറീസ്, എക്സ്റ്റീരിയർ ആക്സസറീസ്, ക്ലാഡിങ്ങുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു 50,000-ന് മുകളിൽ എക്സ്ട്രാ ആവശ്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയുടെ കളർ വേരിയൻസുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഹോണ്ട എലിവേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോണ്ട എലിവേറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി വിവരങ്ങളും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ഒന്ന് ഓർക്കണം കേട്ടോ. നമുക്ക് തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.